ഹലോ കൂട്ടുകാരെ, ഈ രണ്ടാം ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഗണിതത്തിലെ അടിസ്ഥാന പാഠങ്ങൾ വളരെ ലളിതമായും രസകരമായും കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പരിശീലന ഭാഗമാണിത്. ആദ്യ ഭാഗത്തിൽ പഠിച്ച കാര്യങ്ങളുടെ തുടർച്ചയായാണ് ഈ ഭാഗം തയ്യാറാക്കിയിരിക്കുന്നത്. കൂട്ടുകാരെ, അടുത്തതായി നമുക്ക് നോക്കൂ പറയൂ എന്ന ഭാഗം നോക്കാം. ഈ ചിത്രം നോക്കി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ സാധിക്കും? ചിത്രം കണ്ടിട്ട് ഇമ പറയുകയാണ്, കോഴികളുടെ കൂട്ടത്തിൽ ഒരു വലിയ കോഴിയുണ്ട്. അപ്പോഴാണ് അമൽ അത് ശ്രദ്ധിച്ചത്. താറാവിന്റെ കൂട്ടത്തിൽ 2 വലിയ താറാവുകളുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് കൂട്ടം കൂട്ടിയാലോ? ഈ ചിത്രം നോക്കൂ, പറയൂ, എഴുതൂ. അമ്മ താറാവിന്റെ മുന്നിൽ 2 കുഞ്ഞ്. കള്ളത്തിനുള്ളിൽ എഴുതൂ 2 കുഞ്ഞുങ്ങൾ. പിന്നിൽ 3 കുഞ്ഞ്. അപ്പോൾ 2ഉം 3ഉം കൂട്ടി നോക്കിയാൽ 5. 2 കുഞ്ഞ് ഒപ്പം നടന്നെത്തി. 1 പിന്നിലായി. മുന്നിൽ 2 കുഞ്ഞ്, ഒപ്പം 2 കുഞ്ഞ്. പിന്നിൽ 1 കുഞ്ഞ്. 2ഉം 2ഉം 1ഉം കൂടി ആകെ 5 കുട്ടികൾ. ഇനി നോക്കൂ, അമ്മ താറാവിന്റെ ഒപ്പം നടന്ന 2 കുഞ്ഞ് മുന്നിലെത്തി. മുന്നിൽ 4 കുഞ്ഞ്, പിന്നിൽ 1 കുഞ്ഞ്. 4ഉം 1ഉം ചേർന്നാൽ 5 ആവുന്നു. അമലും ഇമയും തിത്തിരിയും പൂന്തോട്ടത്തിലേക്ക് നടന്നു. നമുക്ക് പൂക്കൾ എണ്ണാം, എഴുതാം. ഈ ചിത്രം നോക്കൂ, നമുക്കിതിൽ ധാരാളം പൂക്കൾ കാണാമല്ലോ. ഇനി അവയിൽ ഓരോന്നായി എണ്ണി അതിനടുത്തുള്ള ബോക്സിൽ എഴുതിയാലോ? ആദ്യം നീല നിറത്തിലുള്ള ശംഖുപുഷ്പം എണ്ണാം. 1, 2, 3, 4. അങ്ങനെ 4 ശംഖുപുഷ്പങ്ങൾ ചിത്രത്തിലുണ്ട്. അടുത്തത് വെള്ളാമ്പൽ. 1, 2, 3, 4, 5 വെള്ളാമ്പലുകൾ. ചുവന്ന ചെമ്പരത്തി ഒരെണ്ണം മാത്രം. ഇനി ഓറഞ്ച് നിറത്തിലുള്ള ചെണ്ടുമല്ലി നോക്കൂ. 1, 2. അങ്ങനെ 2 എണ്ണം. അവസാനമായി മഞ്ഞ മുക്കുറ്റിപ്പൂക്കൾ. 1, 2, 3. ആകെ 3 എണ്ണം. പൂക്കളൊക്കെ എണ്ണിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്കൊരു പാട്ട് പാടിയാലോ? ചന്തത്തിൽ ചോപ്പുള്ള ചെമ്പരത്തിയൊന്ന്. ചന്തത്തിൽ ചോപ്പുള്ള ചെമ്പരത്തിയൊന്ന്, ഓറഞ്ചിൻ നിറമുള്ള ചെണ്ടുമല്ലി 2, മഞ്ഞ നിറം ചൂടി വരും മുക്കുറ്റിപ്പൂ 3, അഴകുള്ള കരിനീല ശംഖുപുഷ്പം 4, വെള്ളത്തിൽ പൊങ്ങി നിൽക്കും വെള്ളാമ്പൽ 5. അപ്പോഴാണ് അങ്ങോട്ട് റയാനും ആവനിയും വരുന്നത്. നമുക്ക് അവർക്ക് തിത്തിരിയെ കാണിച്ചു കൊടുക്കാം. റയാൻ അവരോട് പറഞ്ഞു, എനിക്ക് കാണാനാവില്ലല്ലോ, തൊട്ടു നോക്കട്ടെ. അവൻ തിത്തിരിയെ മെല്ലെ തൊട്ടു നോക്കി. നല്ല മിനുസം. റയാൻ പറഞ്ഞു, 1 എന്ന് എങ്ങനെ എഴുതും? നമുക്കൊരു പാട്ട് പാടി നോക്കിയാലോ? 1 എന്നു എങ്ങനെ എഴുതാം? 1 എന്നെങ്ങനെ എഴുതാം? 1 എന്നിങ്ങനെ എഴുതാം. വളവും വേണ്ട, തിരിവും വേണ്ട, ചരിവും വേണ്ട, കുനിവും വേണ്ട. കുത്തനെ ഒരു വര, കുറിയ വര. ഒന്നായി നന്നായി, ഒന്നായി നിന്നാൽ നന്നായി. തൊട്ടുനോക്കി എഴുതാം. കൂട്ടുകാരി, അടുത്തതായി നമുക്ക് തൊട്ടുനോക്കി എഴുതാം എന്ന ഭാഗമാണ് പഠിക്കാനുള്ളത്. അതായത് അക്ഷരങ്ങളും അക്കങ്ങളും തൊട്ടുനോക്കി പഠിക്കുകയും എഴുതുകയും ചെയ്യാം. പക്ഷേ അതിനു മുൻപ് പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്ക്, കുട്ടികളെ ഇത് എളുപ്പത്തിൽ പഠിപ്പിക്കാൻ
നമുക്ക് വീട്ടിൽ തന്നെ ഒരു ചെറിയ കാര്യം ചെയ്യാം. എല്ലാവരും ഒരു പേപ്പറും കുറച്ച് പശയും പിന്നെ കുറച്ച് മണലും എടുത്തു വെക്കുമല്ലോ. ഇനി ആ പേപ്പറിൽ ഓരോ അക്കങ്ങൾ വരയ്ക്കുക. അതിന് മുകളിലേക്ക് പശ തേച്ച് മണൽ വിതറാം. പശ ഉണങ്ങിയ ശേഷം ബാക്കി വരുന്ന മണൽ തട്ടിമാറ്റിയാൽ മതി. ഇത് നന്നായി ഉണങ്ങിക്കഴിയുമ്പോൾ കണ്ണടച്ചു പിടിച്ചുകൊണ്ട് തന്നെ ആ അക്കങ്ങൾക്ക് മുകളിലൂടെ വിരലോടിച്ച് കുട്ടികൾക്കത് വായിക്കാൻ സാധിക്കും. നമുക്കിനി കഥയിലേക്ക് വരാം. ചിത്രത്തിൽ പറയുന്നത് കേട്ടോ. 2 എന്നെഴുതാൻ ഈ ചിത്രത്തിലൂടെ വിരലോടിച്ചാൽ മതി. അങ്ങനെ കാഴ്ചപരിമിതിയുള്ള നമ്മുടെ റയാൻ എന്ന കുട്ടി ആ മണൽ കടലാസിൽ പതിപ്പിച്ച 2 എന്ന അക്കത്തിന് മുകളിലൂടെ മെല്ലെ വിരലോടിച്ചു. ആ അക്കത്തിന്റെ ആകൃതി അവൻ തൊട്ടറിഞ്ഞു. ഇതിനെയാണ് ടാക്ടൈൽ ലേണിംഗ് എന്ന് പറയുന്നത്. വിരലോടിച്ചു നോക്കിയിട്ട് റയാൻ സന്തോഷത്തോടെ പറഞ്ഞു, ഇമ്മേ, ഇപ്പോ മനസ്സിലായി. അങ്ങനെ ഇരിക്കെ ദൂരെ നിന്നൊരു വിളി കേട്ടു. അമ്മക്കിളി വിളിക്കുകയാണ്, മോളേ. അത് കേട്ട് അമൽ വിളിച്ചു പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അമ്മയെ കണ്ട സന്തോഷത്തിൽ ആ കുഞ്ഞു തിത്തിരിക്കിളി വിളിച്ചു കൂവി, അമ്മേ. അങ്ങനെ അവസാനം തിത്തിരിക്കിളിക്ക് തന്റെ അമ്മയെ തിരികെ കിട്ടി. നിറം കൊടുക്കാം. എണ്ണം നോക്കി കളത്തിലെ അതേ നിറം കൊടുക്കണേ. ഏതു നിറമുള്ളതാണ് കൂടുതൽ? നീല നിറമുള്ളത്. എത്ര? 5 എണ്ണം. വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യയിലേക്ക് എഴുതൂ. 5, 4, 3, 2, 1. കൂട്ടുകാരെ, അപ്പം നമ്മുടെ ഈ 2ാം അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിന്റെ ബാക്കി വരുന്ന അടുത്ത അധ്യായങ്ങൾ കാണാനായി ചാനൽ മറക്കാതെ എടുത്തു നോക്കുമല്ലോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.